ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജെറുക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരാണെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ സക്കേവൂസിൻ്റെ ജീവിതാനുഭവം അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തിരുവചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കീറിമുറിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഉയർത്താൻ, രക്ഷ കൈവശമാക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ അയക്കണമേ. വചനം പ്രഘോഷിക്കാനും അത് സ്വീകരിക്കുവാനും ഞങ്ങളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിന്നുകൊണ്ട് തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്കുന്ന സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കർത്താവ് നൽകുന്ന രക്ഷ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന് മുഴുവനും സ്വായത്തമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, സക്കേവൂസിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇവിടെ സക്കേവൂസിനെ സിക്കമോർ മരത്തിൽ നിന്നും വിളിച്ച് അവൻ്റെ ഭവനം സന്ദർശിച്ച് അവനെ അനുഗ്രഹിക്കുന്ന, ആ കുടുംബത്തിന് മുഴുവനും രക്ഷ നൽകുന്ന ഒരു അനുഗ്രഹീത നിമിഷങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ എപ്പിസോഡ് മുഴുവനും പ്രതീക്ഷ നൽകുന്നതും പ്രത്യാശ നൽകുന്നതും ജീവിതത്തിൽ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതുമായ ഒരു അനുഭവ സാക്ഷ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, സിക്കമോർ മരത്തിൽ കയറുവാനായിട്ട് ഈ സക്കേവൂസിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് സക്കേവൂസ് സിക്കമോർ മരത്തിൽ കയറിയത്? പല പ്രാവശ്യം യേശുവിനെക്കുറിച്ച് സക്കേവൂസ് കേട്ടിട്ടുണ്ട്, ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ഉണ്ടായ ആദ്യ വികാരമെന്ന് പറയുന്നത്, എനിക്ക് ഈശോയെ ഒന്ന് കാണണം. ഈശോയെ ഒന്ന് കാണണമെന്ന് തോന്നിയ സക്കേവൂസ് തൻ്റെ ജീവിതത്തിൽ കാണാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകളെ മുഴുവനും മാറ്റുകയാണ്. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. സക്കേവൂസ് ആരായിരുന്നു, എന്തായിരുന്നു? അവൻ ചുങ്കക്കാരിൽ പ്രധാനിയാണ്. എന്ന് പറഞ്ഞാൽ അന്യായമായി ചുങ്കം പിരിക്കുന്നവനാ, പാപികളിൽ മുൻപന്തി നിൽക്കുന്നൊരു വ്യക്തി, ചുങ്കക്കാരിൽ പ്രധാനി. അതാണ് അവൻ്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമതായിട്ട് നമുക്കറിയാം, അവൻ വളരെ ധനികനാണ്. കാരണം അന്യായമായി ചുങ്കം പിരിച്ചുണ്ടാക്കിയ വലിയ സമ്പത്ത് അവൻ്റെ കൈവശമുണ്ട്. മൂന്നാമതായി അവന് പൊക്കം കുറവായിരുന്നു. പൊക്കം കുറഞ്ഞ് ഒരു വലിയ തടിയുള്ളൊരു മനുഷ്യനെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ഒരു വ്യക്തിയുടെ രൂപമാണ് സക്കേവൂസിന്. അങ്ങനെ ഒരു രൂപമുള്ള വ്യക്തിക്ക് ഈശോയെ കാണാനായിട്ട് ജനക്കൂട്ടത്തിന് നടുവിൽ പറ്റുന്നില്ല. അപ്പോൾ ആ സക്കേവൂസ് തീരുമാനിക്കുകയാണ്, ഈ കുറവുകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ കുറവുകൾക്ക് പരിഹാരം ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം. യേശുവിനെ കാണാനായിട്ടുള്ള തടസ്സങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിലുണ്ട്. ആ തടസ്സങ്ങൾ മുഴുവനും ഞാൻ എടുത്തു മാറ്റും എന്നുള്ള ആഗ്രഹത്തോടെ അവൻ ഓടുകയാണ്. അവനോടി അവൻ്റെ ജീവിതത്തിൽ അത് പ്രാപിക്കാനുള്ള തീരുമാനത്തോടെ അവൻ സിക്കമോർ മരത്തിലേക്ക് കയറുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവതിരുസന്നിധിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ആദ്യ വികാരം എന്ന് പറയുന്നത്, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അനേകരെ മനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവം, അനുഗ്രഹം ചൊരിയുന്ന ദൈവം, എൻ്റെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ദൈവം, ഇതെല്ലാം എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ യേശുവിനെ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. ഈ വചനധ്യാനം രക്ഷാകരമാക്കുവാൻ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചുകൊണ്ട്
പങ്കാളികളായി നമ്മൾ ഇത് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യക്തിപരമായൊരു ബന്ധം യേശുവുമായിട്ട് നമ്മൾ ഇന്ന് സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് തയ്യാറായാൽ, നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും, അഭിഷേകമുണ്ടാകും. ഈശോയുമായി ഒരു ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു അഭേദ്യമായ ബന്ധം, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്തതായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശു എൻ്റെ പക്ഷത്തെങ്കിൽ, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിര് നിൽക്കും? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന തിരുവചനമാണ്. എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയില്ല. എൻ്റെ കർത്താവിൻ്റെ വഴിയിലൂടെ യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് നടക്കുന്ന ഒരു ദൈവവൈതലായിട്ട് എനിക്ക് മാറണം. ഈ ആഗ്രഹം ഇന്ന് നമുക്കുണ്ടാകണം. അതുപോലെ രണ്ടാമതായിട്ട് സക്കേവൂസ് ചെയ്തതെന്താ? സക്കേവൂസ് എഴുന്നേറ്റു. അവൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ യേശുവിനെ കാണാനുള്ള തീരുമാനത്തോടെ എഴുന്നേറ്റ് ചുങ്കസ്ഥലത്ത് നിന്ന് വരികയാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് അടിമത്തത്തിൻ്റെ ലോകമാണ്, പാപത്തിൻ്റെ മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരികയാണ് യേശുവിനെ കാണാനായിട്ട്. പ്രിയമുള്ളവരെ, ഇവിടെ എഴുന്നേൽക്കാതെ യേശുവിനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഒന്നാമതേ അവന് പൊക്കം കുറവ്. അവനിരിക്കുന്നിടത്തല്ല യേശു ഉള്ളത്. അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, എന്നിട്ട് പോകുന്നു യേശുവിനെ കാണാൻ പോകുന്ന ദൈവവൈതലെ നമ്മളും ഓർക്കണം. ഈ നിമിഷങ്ങളിൽ നമ്മളിരിക്കുന്ന അവസ്ഥ എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലാണോ? മദ്യപാനത്തിലാണോ? മയക്കുമരുന്നിലാണോ? പുകവലിയിലാണോ? വെറുപ്പിലാണോ? വിദ്വേഷത്തിലാണോ? ഈ മേഖലകളിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മളായിരിക്കുന്ന ചുങ്കസ്ഥലം അത് പാപത്തിൻ്റെ മേഖലയാ, അടിമത്തത്തിൻ്റെ മേഖലയാ, ബന്ധനത്തിൻ്റെ മേഖലയാ, കൂട്ടുകെട്ടുകളുടെ മേഖലയാ. നമ്മളെ തളയ്ക്കുന്നതായ ബന്ധനാവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറായാൽ ദൈവം സക്കേവൂസിനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം ഈശോ പറയുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, തഴക്കദോഷങ്ങളിൽ നിന്ന്, പാപാവസ്ഥകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സഹോദരനും സഹോദരിയുമായി നമ്മൾ ഇന്ന് മാറിയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന ദിവസമാണ്. കർത്താവ് അകലെ നിന്ന് വരുന്നത് സക്കേവൂസ് കാണുകയാണ്. യേശുവിൻ്റെ ഒരു ചെറിയ ദർശനം കിട്ടിയപ്പോൾ തന്നെ സക്കേവൂസിന് അവൻ്റെ കുറവ് മനസ്സിലായി. യേശു അകലെ നിന്ന് വരുന്നു, ജനക്കൂട്ടത്തിന് നടുവിലൂടെ യേശു നടന്നു വരികയാണ്. ആ ദർശനം അകലെ വെച്ച് യേശു വരുന്നത് കണ്ടപ്പോൾ തന്നെ അവന് കുറവ് മനസ്സിലായി. അപ്പോൾ അവന് മനസ്സിലായി, ഈ കുറവുകൾ പരിഹരിക്കണം. ഈ കുറവുകളോട് ഞാൻ ഈ റോഡ് സൈഡിൽ നിന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവൻ മൂന്നാമത്തെ തീരുമാനമെടുക്കുകയാണ്. കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കിയ സക്കേവൂസ് പരിഹരിക്കാൻ തയ്യാറാകുന്നു. ആ പരിഹാരമാണ് അവനെ സിക്കമോർ മരത്തിലേക്ക് കയറ്റിയത്. അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നടന്നെടുക്കണം. സക്കേവൂസ് ഓടുന്നു, എല്ലാവർക്കും മുമ്പേ ഓടുകയാണ്. അവൻ്റെ ആ കുറവുകൾ വെച്ചുകൊണ്ട് അവൻ ഓടുകയാണ്. അവൻ്റെ പൊക്കക്കുറവും അവൻ്റെ കാലിന് നീളക്കുറവും അതൊന്നും അവൻ്റെ പ്രശ്നമല്ല. അവൻ ഓടുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ആ ദർശനം കിട്ടിയപ്പോൾ എൻ്റെ യേശുവിനെ എനിക്ക് ശരിക്കും ഒന്ന് കാണണം. അത് മാത്രമാണ് അവൻ്റെ ജീവിതത്തിലെ ആഗ്രഹം, മറ്റൊന്നുമില്ല. അവൻ ഓടി സിക്കമോർ കയറത്തിൽ അവൻ കയറി. അത്ര എളുപ്പത്തിൽ അവന് കയറാൻ പറ്റുന്നില്ല. അവൻ തിടുക്കത്തിൽ കയറി, ത്യാഗത്തിന് തയ്യാറായി. ത്യാഗപൂർവ്വം അവന് പറ്റാവുന്നതിലപ്പുറമാണ് ഈ കയറ്റമെങ്കിൽ പോലും അവന് തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ത്യാഗങ്ങൾ, ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾ എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നല്ലേ കർത്താവ് പറഞ്ഞത്. കുരിശെടുക്കണം. ത്യാഗങ്ങൾ കർത്താവ് ആവശ്യപ്പെടുന്നു. ത്യാഗപൂർണമായൊരു ജീവിതം കർത്താവ് കാണിച്ചെന്ന മാർഗമതാ. കർത്താവ് കുരിശിൽ കാൽവരിയിൽ ബലിയായി തീർന്നു, കാൽവരി യാഗമായി മാറി നമ്മുടെ ജീവിതങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ. അവൻ കുരിശിൽ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, ത്യാഗമെടുക്കാൻ തയ്യാറായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ത്യാഗമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ഷാലോം ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്തേക്ക് ഈശോ വരും. ഇതാ സിക്കമോർ മരത്തിൻ്റെ ചുവട്ടിലേക്ക് യേശു വരികയാണ്. സിക്കമോർ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കേവൂസിൻ്റെ അടുത്തേക്ക് യേശു വരികയാണ്. ഇവിടെ സക്കേവൂസി എന്നൊരു കാര്യമുണ്ട്. യേശു വരുന്ന വഴിയിലേക്ക് സക്കേവൂസ് വന്നു. നമ്മളും ചെയ്യേണ്ടത് അതാ. യേശു എവിടെയാണ്? യേശു വരുന്ന വഴിയാണ്. യേശുവിൻ്റെ വഴി ഏതാണ്? ആ വഴിയിലേക്ക് വരാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ നമ്മളായിരിക്കുന്നിടത്ത് അവിടെ ഇരുന്നു കൊണ്ട് യേശുവിനെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. യേശു കടന്നു വരുന്ന ഈ വഴിയിൽ അവൻ പോകാൻ തയ്യാറായി. അവൻ കടന്നു ചെല്ലാൻ തയ്യാറായി. അവിടെ കടന്നു ചെന്നപ്പോൾ യേശു അവനെ സന്ദർശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കുറവുകളെ പരിഹരിച്ചുകൊണ്ട് യേശുവാകുന്ന വഴിയിലേക്ക് നടന്നെടുക്കാൻ വിശുദ്ധിയുടെ പാതയാണ് യേശുവിൻ്റേത്. ആ വിശുദ്ധിയുടെ പാതയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ യേശുവിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളാകും. യേശുവിൻ്റെ ആ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയമുള്ളവരെ, കാണുന്നു നമ്മളവിടെ സക്കേവൂസിനെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു. സക്കേവൂസിനെ അവിടെ ആ മരത്തിൻ്റെ മുകളിൽ കാണുകയാണ്. മരത്തിൻ്റെ മുകളിൽ
സിക്കമോർ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ യേശു നിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് സക്കേവൂസിനെ, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. എങ്ങനെ ഈ കർത്താവിന് ഈ സക്കേവൂസിൻ്റെ പേരറിയാം? ഇതിനു മുമ്പ് യേശു കണ്ടിട്ടുണ്ടോ സക്കേവൂസിനെ? ഒരു പരിചയവുമില്ല. കാരണം സക്കേവൂസ് തന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വിചാരിക്കുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:16 നമ്മൾ കാണുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും യെശയ്യാ 43:3 നിന്നെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ പേരുകൾ. അപ്പോൾ ഞാൻ വിചാരിക്കുക ഈശോ അവിടെ ചെന്നിട്ട് ഈശോയുടെ ഉള്ളംകൈയിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടാകും. ഉള്ളംകൈയിലേക്ക് നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ ഒരു പേര് യേശു കണ്ടു, സക്കേവൂസ്. അപ്പോൾ ആ പേര് നോക്കിയിട്ട് ഈശോ വിളിക്കുകയാ, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. ഇന്ന് നമുക്കറിയാം പല ആളുകളും പച്ചകുത്തുന്ന സ്വഭാവമുണ്ട്. ബോയ് ഫ്രണ്ടിൻ്റെയും ഗേൾ ഫ്രണ്ടിൻ്റെയും ഒക്കെ പേരുകൾ എഴുതി കയ്യിലും കാലയിലും അവിടെയൊക്കെ ഇവിടെകളൊക്കെ എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള പച്ചകുത്തിക്കൊണ്ടുള്ള മനുഷ്യൻ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. യൂറോപ്പ് രാജ്യങ്ങളിൽ അത് വലിയ പ്രബലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ പേരുകളുണ്ടാകണം. നമ്മുടെ കൈകളിൽ യേശുവിൻ്റെ പേരുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലും കയ്യിലും ദൈവത്തിൻ്റെ പേരുകൾ എഴുതപ്പെടണം. അപ്പോഴാണ് ദൈവത്തിൻ്റെതായിട്ട് നമ്മൾ മാറുന്നത്, ദൈവത്തിൻ്റെ ആലയമായിട്ട് നമ്മൾ മാറണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ, ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുക, 1 കൊറിന്ത്യർ 6:19 വചനങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. എന്നിട്ട് പറയുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും സ്വന്തമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിൻ്റെതാ. കാരണം യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി വില കൊടുത്തു. കാൽവരിയുടെ വിരിമാറിൽ യാഗമായി മാറി അവസാനത്തെ തുള്ളി രക്തവും ജലവും നമുക്ക് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനായി കടന്നു വന്ന കർത്താവ് നമുക്ക് വേണ്ടി രക്ഷകനായി മാറി നമ്മുടെ ജീവിതത്തെ വിലയ്ക്ക് വാങ്ങിയ കർത്താവ്. ആ കർത്താവിൻ്റെ മക്കളായിട്ട് മാറണം. കർത്താവുമായിട്ട് നിരന്തരമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്നൊരനുഭവം. കർത്താവ് വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വിളിച്ചാൽ കർത്താവിനെ കേൾക്കാൻ പറ്റണം. അങ്ങനെ ഒരു റേഞ്ച് നമുക്കുണ്ടാകണം. സിം കാർഡും മൊബൈൽ ഫോണും പോലെയുള്ളൊരു ബന്ധം പോലെ. നമ്മൾ വിളിക്കുമ്പോൾ പരിധിക്കപ്പുറത്താണ് എന്ന് പറയുന്നൊരു അനുഭവമല്ല, മറിച്ച് യേശു വിളിക്കുമ്പോൾ, എൻ്റെ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്ന ദൈവ പൈതലായിട്ട് നമ്മൾ മാറണം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അവിടെ ജനക്കൂട്ടത്തെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഇറങ്ങി വരൂ, നിന്റെ കൂടെ എനിക്കൊന്ന് താമസിക്കണം എന്ന് ഈശോ പറഞ്ഞപ്പോൾ കൂടെ നടന്ന അവരെ ഇതെല്ലാം അസ്വസ്ഥപ്പെടുത്തി. എന്തുകൊണ്ട്? പാപിയുടെ ഭവനം കർത്താവ് തിരഞ്ഞെടുത്തു. അനുഗമിക്കുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്, അവരുടെ ഭവനം തിരഞ്ഞെടുത്തുകൂടായിരുന്നു? സ്വാഭാവികമായും അവരുടെ ചോദ്യം ന്യായമാണ്. കർത്താവിനെ അനുഗമിക്കുന്നവരാ, അവരെല്ലാവരും കർത്താവിന് കൂടെ നടക്കുക, വചനം കേൾക്കുക, ഈശോയുടെ ശുശ്രൂഷയിൽ പങ്കാളികളായി നടക്കുകയാണ്. അവരുടെ കൂടെയോ അവരുടെ ഭവനത്തിലോ ഈശോ താമസിക്കുന്നില്ല. മറിച്ച് ഒരു പാപി ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേവൂസിൻ്റെ ഭവനത്തിൽ. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂടെ നടക്കുന്നവരുടെ തനി സ്വഭാവം. അവരുടെ തനി സ്വഭാവം അവിടെ പുറത്തു വരിക. ലൂക്കാ 19:7 നമ്മൾ കാണുന്നു. അവർ പിറുപിറുക്കുന്നു. ഈ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ പിറുപിറുക്കുക. ഇപ്പം ഈശോയെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടും. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈശോയുടെ കൂടെ നടക്കുന്നു. കർത്താവിൽ നിന്ന് അനുഗ്രഹം മാത്രം മതി, പിന്നെ കർത്താവിനെ ആവശ്യമില്ല. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതെ വരുമ്പോൾ പിറുപിറുക്കുന്നവരായി മാറുന്നു, കുറ്റപ്പെടുത്തുന്നവരായിട്ട് മാറുന്നു. എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്ന യേശുവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഇതുപോലെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രതികരിക്കാത്തൊരു യേശുവിനെയാണ് സക്കേവൂസിൻ്റെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. ഈശോ ഇവിടെ പിറുപിറുക്കലൊന്നും പ്രതികരിക്കുന്നില്ല. ഇതുപോലെ നമ്മളും അനുഗമിക്കുന്നവരാകുന്നു. കുർബാന ചെല്ലുന്നു, കുർബാന അർപ്പിക്കുന്നു, പ്രാർത്ഥന ചെയ്യുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുന്നു, ധ്യാനങ്ങൾ മാറി കൂടുന്നു, കുടുംബ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ, യേശുവിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ, മറിച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയാണോ നടക്കുന്നത്? നമ്മൾ ഓർക്കണം. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം തീരണം, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം, രോഗം മാറണം, എൻ്റെ മക്കൾ നന്നാകണം, ഇത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുക, യേശുവാകുന്ന വഴിയിലൂടെ നടക്കുക, യേശുവിൻ്റെ വഴി കണ്ടെത്തി ആ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുക. അതാണ് കുരിശെടുത്ത് വരാനായിട്ട് ഈശോ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മറ്റ് സന്ദർഭങ്ങൾ നമ്മൾ കാണാം. മറ്റുള്ളവരുടെ നന്മ കാണാനായിട്ട് നമുക്ക് പറ്റില്ല.
ഈ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ സക്കേവൂസിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നല്ലോ എന്ന് വിചാരിക്കാനായിട്ട് പറ്റിയില്ല. മറിച്ച് അവനൊരു പാപിയാണ്, അവൻ്റെ വീട്ടിൽ പോയതിനെ കുറ്റപ്പെടുത്തുകയാണ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആദരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മളെ മാത്രമേ ആദരിക്കാൻ അറിയൂ. വേറൊരാളെ ഈ ലോകത്ത് ആദരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലുള്ള ആളാണോ, കുടുംബത്തിലുള്ളൊരു വ്യക്തിയാണോ, നമ്മുടെ സമൂഹത്തിലുള്ളൊരു വ്യക്തിയാണോ, നമ്മൾ അടുത്തറിയുന്നൊരു വ്യക്തിയാണോ, ജോലി സ്ഥലത്തെ ഒരു വ്യക്തിയാണോ, അവരെ ഒരിക്കലും ആദരിക്കുകയോ അവർ കിട്ടുന്ന അംഗീകാരങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അത് നമ്മുടെ ഒരു വലിയ ബലഹീനതയാണ്. അതുതന്നെയാണ് അന്നത്തെ ജനവും ചെയ്തത്. ഇന്നും നമ്മളത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ആ കുറവുകളെ, ആ ബലഹീനതകളെ, അവൻ്റെ പാപാവസ്ഥകളെ അതെല്ലാം കർത്താവ് പരിഗണിക്കാതെ അതിന് പകരമായി യേശുവിൻ്റെ ആ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈശോയെ കാണണമെന്നുള്ള സക്കേവൂസിൻ്റെ ഹൃദയവികാരത്തെ അറിഞ്ഞ ദൈവം എല്ലാ പ്രതിസന്ധികളും കൂടെ നടന്നവർ പിറുപിറുത്താലും വേണ്ടില്ല, അവരെന്തെല്ലാം പറഞ്ഞാലും വേണ്ടില്ല, അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കടന്നു പോകുന്ന യേശു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ധ്യാനങ്ങൾ കൂടും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാകും. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, ഒരു മാസം കഷ്ടി മദ്യക്കുപ്പിയോ സിഗരറ്റോ കാണുമ്പോൾ പഴയ ബലഹീനതയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. അതിലേക്ക് നമ്മൾ അറിയാതെ വീണ്ടു പോവുകയാണ്. പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഇവിടെ സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം 2 ചോയ്സുകളാണ് ഉള്ളത്. ഒന്ന് ഈശോയുടെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ജനം പറയുന്നത് കേൾക്കുക. എന്നാൽ ഇവിടെ സക്കേവൂസ് തിരഞ്ഞെടുത്തത്, ഈ 2 ചോയ്സുകളിൽ തിരഞ്ഞെടുത്തത് ഈശോയുടെ വാക്കുകൾ കേട്ടു. അവൻ ഇറങ്ങി വന്നു, കർത്താവ് പറഞ്ഞു കേട്ടു, കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായി തൻ്റെ ജീവിതത്തിലേക്ക്. നമ്മുടെ മുമ്പിലും ഇതുപോലെ 2 ചോയ്സുകളുണ്ട്. ഇന്ന് ഈശോയുടെ വചനം കേൾക്കുമ്പോൾ, ഈശോയുടെ വചനം ശ്രമിച്ചുകൊണ്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ എങ്കിൽ നിൻ്റെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 4 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ തപസ് ധ്യാനം നടത്തി. ഇവിടുത്തെ ഗുഡ് ന്യൂസിലെ കണ്ടത്തിപ്പറമ്പിൽ അച്ഛനും എളിദാസനും കൂടിയാണ് ആ ശുശ്രൂഷ നടത്തി. ആ ശുശ്രൂഷ നടന്നത് ഒരു ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ്, 26-ാം തീയതി. 24-ാം തീയതി ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജിജുമോൻ ബ്രദറിനെ ഒന്ന് കാണണം, സംസാരിക്കണം. ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പോളിടെക്നിക്കിൽ പഠിച്ചു. അവിടെ പോളിടെക്നിക് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തോടാണ് എനിക്ക് ആഭിമുഖ്യം. അങ്ങനെ ഞാൻ പള്ളിയിൽ പേരിന് മാത്രം, അമ്മച്ചിയെ തൃപ്തിപ്പെടുത്താൻ മാത്രം പള്ളിയിൽ പോകും. വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനൊരു തികഞ്ഞ മദ്യപാനിയാണ്. ഞാൻ വളരെയധികം സിഗരറ്റ് വലിക്കും. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹം ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ധ്യാനത്തിന് പോകാനായിട്ട് ആഗ്രഹിച്ചു. ഇതുവരെയും എനിക്ക് ധ്യാനത്തിന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് ഞാനൊരാഗ്രഹത്തോടെ ഇങ്ങനെ ഈ തപസ് ധ്യാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കിതിലൊന്ന് പങ്കെടുക്കണമെന്നൊരാഗ്രഹം തോന്നി. പക്ഷേ ഞാനിന്ന് വന്നതിൻ്റെ കാരണം, ഞാൻ എപ്പോഴൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ കാരണം എനിക്ക് ധ്യാനത്തിൽ ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ ഇങ്ങനെയാണെങ്കിലും ഈ സഹോദരന് കിട്ടിയ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ജീസസ് യൂത്തിൽ ഫുൾ ടൈമറായിട്ടൊക്കെ പ്രവർത്തിച്ച് വളരെ സജീവമായ ആത്മീയ ശുശ്രൂഷ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് ഈ മകളെയാണ് ഈ മകന് ജീവിത പങ്കാളിയായിട്ട് കൊടുത്തത്. അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി. 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്കായിട്ട് ഈ സഹോദരി നാട്ടിൽ പോയിരിക്കുന്നു. അപ്പോഴാണ് ഈ ധ്യാനം അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ സമയത്തൊന്ന് ധ്യാനം കൂടണം, തപസ് ധ്യാനം കൂടണം. ഇത് വലിയ കഠിനമായ ധ്യാനമാണ്, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് കൂടണമെന്ന്. അതുകൊണ്ട് തടസ്സങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. പിറ്റേ ദിവസം 25-ാം തീയതി ഞാനും അച്ഛനും കൂടെ ഒരു വീട്ടിൽ പോയി ഒരു ഭവനം സന്ദർശിക്കാനായിട്ട്, ക്രിസ്മസ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സന്ദർശിക്കാനായിട്ട് പോയി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയും അതുപോലെ ഈ ആലിപ്പഴം, ഹെയിൽ സ്റ്റോൺ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ബഹിഷ്കരിച്ച് ബന്ധിച്ചൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തടസ്സമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റി. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ മഴയൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ അവിടുത്തെ വികാരി അച്ഛനെ ഒന്ന് കാണാം, അച്ഛനെ ഒന്ന് സന്ദർശിക്കാനായിട്ട്, അച്ഛനെ വിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ വീട് മുഴുവനും ഈ ഹെയിൽ സ്റ്റോൺ വീണ് പൊട്ടി വെള്ളമൊലിച്ച് ആകപ്പാടെ ഫർണിച്ചറെല്ലാം മാറ്റി, എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി, സൈഡൊക്കെ വെള്ളം ഒലിച്ചിറങ്ങുന്നൊരവസ്ഥയാണ്. പെട്ടെന്ന് ഇൻഷുറൻസ് കമ്പനികളെല്ലാം അന്ന് അവധിയാണ്, ക്രിസ്മസാണ്, വിളിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയമൊക്കെ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ധ്യാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഞങ്ങൾ തിരിച്ചു പോന്ന് വീട്ടിലെത്തിയപ്പോൾ ഈ സഹോദരനെ വിളിച്ചു. സഹോദരൻ വിളിച്ചിട്ട് പറയുക, ബ്രദറെ എനിക്ക് നാളെ ധ്യാനത്തിന് വരാൻ പറ്റത്തില്ല, തടസ്സം വന്നു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയേ? എൻ്റെ വണ്ടി റോഡിന് സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നത്. ഈ ഹെയിൽ സ്റ്റോൺ വന്ന് അതിൻ്റെ ഗ്ലാസ് മുഴുവൻ പൊട്ടിപ്പോയി.
ഇനി ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം. എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് നാളെ ഓഫീസുകളെല്ലാം വർക്കാവും. അപ്പോൾ എനിക്ക് വിളിക്കണം. ഇതൊരു പുതിയ വണ്ടിയാണ്, $10,000-20,000 എനിക്കിതിന് വിലയുള്ളതാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ധ്യാനം പിന്നെ കൂടാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. നിൻ്റെ ഇൻഷുറൻസിന് ഒരു കുഴപ്പവും വരത്തില്ല. നിൻ്റെ വണ്ടിക്ക് കിട്ടേണ്ട വില നിനക്ക് കിട്ടും. നീ നാളെ വണ്ടിയില്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് ധ്യാന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണോ ബ്രദർ പറയുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈശോ പറയാനായിട്ട് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം ധ്യാനത്തിന് വന്നു. 3 ദിവസം ധ്യാനത്തിന് കൂടി. ധ്യാനം വന്ന സമയത്ത് അദ്ദേഹം മദ്യക്കുപ്പിയൊക്കെ വീട്ടിൽ വെച്ചു, സിഗരറ്റൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ധ്യാനം കഴിഞ്ഞു 3-ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് കഞ്ഞിയെ കുടിച്ച് അദ്ദേഹം പോയി. വീട്ടിൽ ചെന്നപാടെ അദ്ദേഹത്തിനൊരു പ്രേരണ, ഇത്രയും ദിവസം 3 ദിവസമായിട്ട് വലിച്ചില്ലല്ലോ, ഇപ്പോൾ ഒന്ന് വലിക്കണം. അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. സിഗരറ്റിൻ്റെ ആ പുക അകത്തേക്ക് വായിലേക്ക് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന് ഛർദ്ദിക്കാൻ വന്നു. അദ്ദേഹത്തിന് തോന്നി, ഇതെന്തോ ദൈവത്തിൻ്റെ ഇടപെടലാണല്ലോ, എൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുഷിച്ച കാര്യമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അത് കെടുത്തി. എന്നിട്ട് അദ്ദേഹം ദൈവസേന, ഞാനൊരു ബന്ധന പ്രാർത്ഥന അദ്ദേഹം എൻ്റെ അടുത്ത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ബന്ധന പ്രാർത്ഥന അദ്ദേഹം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം അത് കുറേ നേരം ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് ഈ സിഗരറ്റ് പാക്കറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒത്തിരി, ഒരു ദിവസം 48 സിഗരറ്റ് അദ്ദേഹം വലിക്കുമായിരുന്നു. ഈ സിഗരറ്റ് പാക്കറ്റ് കൊണ്ടുവന്ന് പൊട്ടിച്ച് അദ്ദേഹം വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് കട്ടിലേക്ക് കടന്നു. കട്ടിലേക്ക് കടന്നതേ അദ്ദേഹത്തെ ഒരു സഹോദരൻ വിളിച്ചിട്ട് അദ്ദേഹം ഈ ടൂൾ മേക്കറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വിളിച്ചു. അദ്ദേഹത്തിന് മറ്റുള്ള ക്രൈസ്തവരെക്കാൾ കൂടുതൽ ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ടാണ്. അപ്പോൾ അവർ വിളിച്ചു, 3 ദിവസമായിട്ട് അവിടെ ഇല്ലല്ലോ, ഭാര്യ നാട്ടിലാണല്ലോ, അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. വന്നേക്കാന്ന് പറഞ്ഞു, രാത്രി വന്നേക്കാന്ന് പറഞ്ഞു. അദ്ദേഹം അലാറമൊക്കെ സെറ്റ് ചെയ്ത് അദ്ദേഹം കടന്ന് കുറച്ച് നേരം ഉറങ്ങി. വൈകുന്നേരം എഴുന്നേറ്റു. അദ്ദേഹം കുളിച്ച് ഈ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കൂട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും കൊണ്ട് സാധാരണ കുടുംബം പതിവുള്ളതുപോലെ മദ്യക്കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് കുടിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് ധ്യാനം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവരോർത്തു ധ്യാനം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുടിക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അദ്ദേഹം അന്നത്തെ ദിവസം കുടിക്കുന്നില്ല. ഓക്കെ, അവർ സമ്മതിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ഇദ്ദേഹം മാത്രം കഴിക്കാതെ അവിടെ ഇരുന്നു. അത് അദ്ദേഹത്തിന് ധൈര്യക്കുറവ്. അദ്ദേഹം എന്നോട് പറയുക, അതിന് പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, എനിക്ക് ധൈര്യക്കുറവാണ്, ഞാൻ കുടി നിർത്തി എന്ന് പറയാനുള്ള ധൈര്യമില്ല, അതുകൊണ്ടാണ് ഇന്നത്തേക്ക് നിർത്തിയെന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വീട്ടിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടിയ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള കൃപ തരണമേ, നിലനിൽപ്പിനെ വരം തരണമേ, ഇതിൽ വളരാനുള്ള കൃപ തരണമേ. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പിന്നീട് ഇന്ന് വരെ, ഇത് ഏതാണ്ട് 4 വർഷത്തോളമായി, ഇതുവരെയും അദ്ദേഹം മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തില്ല. അതുമാത്രമല്ല, സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഇന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് മെൽബണിലെ സീറോ മലബാർ രൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ അംഗമാണ്. എന്നോടൊപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് പാസ്റ്റൽ കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സജീവമായി സഭയുടെ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ കാസറ്റുകൾ, വചനപ്രഘോഷത്തിൽ കാസറ്റുകൾ, CD, ഒരു വലിയ മെഷീനൊക്കെ അദ്ദേഹം മേടിച്ച് നിമിഷങ്ങൾ കൊണ്ട് പല കോപ്പികൾ എടുക്കാൻ പറ്റുന്ന കോപ്പികളൊക്കെ എടുത്ത് അദ്ദേഹം വിതരണം ചെയ്ത് അനേകർക്ക് സുവിശേഷം എത്തിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വലിയ മാറ്റം. സക്കേവൂസിന് വന്ന മാറ്റമാണ്. എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ കാണാനായിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നു, തീരുമാനമെടുക്കുന്നു, കുറവുകൾ പരിഹരിക്കാൻ തയ്യാറാകുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അത്ഭുത വിടുതൽ കിട്ടിയതുപോലെ ഈ സഹോദരൻ്റെ ജീവിതത്തിലും അത്ഭുത വിടുതൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഇരുമ്പുലക്ക കഴിച്ചിട്ട് ചുക്ക് കഷായം കഴിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കണം, ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിൽ നിന്നൊരു തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അന്യായമായി സമ്പാദിച്ചിരിക്കുന്നതെല്ലാം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതുപോലെ അന്യായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്നവരുടെ അടുത്ത് നിന്ന് ധനസഹായങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്. സഭയായാലും വ്യക്തികളായാലും ആരായാലും അപ്രകാരമുള്ള അന്യായ സമ്പാദനത്തിലുള്ള സ്വത്തുവകകളൊന്നും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സഭയ്ക്കോ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കോ ആവശ്യമില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് നമ്മൾ വിശദീകരിക്കപ്പെടണം നമ്മുടെ ജീവിതത്തിൽ. യോഹന്നാൻ 15:7 നമ്മൾ കാണുന്നു, നിങ്ങളിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് സക്കേവൂസിനെ പോലെ ചോയ്സ് തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തയ്യാറായി നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ജഡവ്യാപാരങ്ങളെയും നിൻ്റെ തിന്മകളെയും നിന്നിലുള്ള എല്ലാ പൈശാചിക വിടകളെയും നിന്നെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ജഡിക വ്യാപാരങ്ങളെയും ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ രക്ഷ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറും. കർത്താവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇന്ന് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സക്കേവൂസ് സ്വീകരിക്കുകയാണ് യേശുവിനെ. പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. എന്നിട്ട് പറയുക, ആദ്യം ഞാൻ സ്വത്തിൽ പകുതി കൊടുക്കാം. പിന്നീട് അവൻ പറയുക, അപ്പോൾ ഒന്നും കർത്താവ് മിണ്ടിയില്ല. സ്വത്തിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഈശോ പറയുക, സക്കേവൂസ് പറയുക, വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശുവിൻ്റെ വാ തുറന്നത്. നീ രക്ഷപ്പെട്ടടാ, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷപ്പെട്ടെന്നാണ് ഈശോ പറയുന്നത്.
ഈ കുടുംബത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ള ദൈവവേദനയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ അന്യായമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായ മാർഗത്തിലൂടെ നമ്മൾ ചലിക്കുന്നുണ്ടെങ്കിൽ, പാപമേഖലകളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, നമ്മളും സക്കേവൂസിനെ പോലെ ഒരു തീരുമാനമെടുത്താൽ അത്ഭുതകരമായ വിടുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജനക്കൂട്ടം കണ്ടതുപോലെയല്ല യേശു സക്കേവൂസിനെ കണ്ടത്. സക്കേവൂസിൻ്റെ വലിയ സാധ്യതയാണ് യേശു കണ്ടത്. മാറ്റം വരുന്ന, വലിയ മാനസാന്തരത്തിലേക്ക് വരുന്ന, അത്ഭുത വിടുതൽ പ്രാപിക്കുന്ന ഒരു സക്കേവൂസിനെ. അതുപോലെ ഇന്ന് ഈ ശാലോം ചാനലാകുന്ന ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിലിരുന്ന് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഭവനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നീ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിൽ ബലഹീനതകളെ കൊടുക്കാൻ തയ്യാറായാൽ, ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങളുടെ ഈ ഭവനമാകുന്ന ഈ സിക്കമൂർ മരത്തിലേക്ക് നീ കടന്നു വന്നു, ഞങ്ങളുടെ ഭവനത്തിലേക്ക് നീ കടന്നു വന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന് നീ രക്ഷ തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥകളെ സക്കേവൂസ് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപബന്ധനങ്ങളെ, തഴക്കദോഷങ്ങളെ, ഞങ്ങളുടെ ജഡിക വ്യാപാരങ്ങളെ, തിന്മയുടെ സ്വാധീനങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമേ. പാപത്തിലേക്ക്, അടിമത്തത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ കർത്താവേ. ദൈവമക്കളുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകണം. ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഭവിക്കാൻ ഇടയാകണം കർത്താവേ. ഞങ്ങളിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിന്ന് ഞങ്ങളെ ഇപ്പോൾ വിടുവിക്കണമേ. അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ കർത്താവേ. അവിടുത്തെ വിടുതലിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന്, രക്ഷ കൈവരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, എല്ലാ പൈശാചിക പിടുകളെയും, പാപമേഖലകളിലേക്ക് ഞങ്ങളെ തളച്ചിടാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, എല്ലാ ദുരാത്മ സേനകളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ സഭയിലെ എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ രൂപതാധ്യക്ഷനായ ബോസ്കോ പിതാവിൻ്റെ മെത്രാഭിഷേകത്തോടും അധികാരപ്പെടുത്തിയിരിക്കുന്ന സകല വൈദികരുടെയും പൗരോഹിത്യ കൂട്ടായ്മയോടും ചേർന്നുകൊണ്ട് നസറായനും ക്രൂശിതനും ഉദ്ധിതനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് ബഹിഷ്കരിച്ച് എല്ലാ തിന്മയുടെ ശക്തികളും മോചിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.